ഗണേഷ് കുമാർ രാജിവെക്കണം. NSS പ്രമേയം അവതരിപ്പിച്ചു. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ കൊട്ടാരക്കര NSS താലൂക്ക് യൂണിയൻ പ്രമേയം അവതരിപ്പിച്ചു. ഗണേഷ് കുമാർ NSSൽ നിന്നും രാജിവെക്കണമെന്നാണ് ആവശ്യം. കുലം കുത്തികളെ കൂട്ടുപിടിച്ച് സംഘടനയെ ഇല്ലാതാക്കാനാണ് ധരിക്കുന്നതെങ്കിൽ ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും NSS തലപ്പത്തു നിന്നും പുറത്തായത് ദൈവികമായിട്ടാണെന്നും പ്രമേയത്തിൽ പറയുന്നു. NSS പ്രസ്ഥാനത്തെയും ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും പരസ്യമായി വിമർശിച്ചതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് യൂണിയൻ അംഗം G തങ്കപ്പൻ പിള്ളയാണ് പ്രമേയം അവതരിപ്പിച്ചത്. R ബാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിന് NSSന്റെ പിന്തുണയും തണലുമാണ് എല്ലാത്തിനും സഹായിച്ചതെന്നും അഴിമതി കേസിൽ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായത് സുകുമാരൻ നായരുടെ ഇടപെടലായിരുന്നുവെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. ബാലകൃഷ്ണപിള്ളയ്ക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ടും ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം വാങ്ങി നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സുകുമാരൻ നായരാണെന്നും യൂണിയൻ കുറ്റപ്പെടുത്തി. ഗണേഷ് കുമാർ സദാചാര വിരുദ്ധനായും സംസ്കാരശൂന്യനായും പ്രവർത്തിച്ചുവെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആരോപണം. കഴിഞ്ഞ 3 വർഷം NSS ഡയറക്ടർ ബോർഡിൽ ഇരുന്നുകൊണ്ട് സനാതനധർമ്മത്തിനും ഹൈന്ദവ ആചാരങ്ങൾക്കും വിരുദ്ധമായി മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു. ഇത്തരം മാപ്പർഹിക്കാത്ത തെറ്റുകളാണ് പത്തനാപുരത്തെ അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമെന്ന് പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ടെന്നും പ്രമേയത്തിൽ പറയുന്നു. പത്തനാപുരം താലൂക്ക് യൂണിയൻ ഭരണം NSS ആസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്ന സാഹചര്യം ഗണേഷ് കുമാർ വികലമായി ചിത്രീകരിക്കുകയാണെന്നും താലൂക്ക് യൂണിയൻ ആരോപിച്ചു. സമുദായത്തെയും നേതൃത്വത്തെയും അവഹേളിക്കുന്ന ഗണേഷ് കുമാറിന് NSS കരയോഗത്തിൽ അംഗമായി തുടരാൻ അവകാശമില്ലെന്നും അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര താലൂക്കിലെ 150 കരയോഗങ്ങളും NSS നേതൃത്വത്തിനും G സുകുമാരൻ നായർക്കും പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ NSSനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്നും ഇത്തരം നീക്കങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നും താലൂക്ക് യൂണിയൻ വ്യക്തമാക്കി.